നമസ്കാരം. UK വാർത്തകളിലേക്ക് സ്വാഗതം. UKയിലെ സോഷ്യൽ മീഡിയ താരങ്ങൾ ആദ്യമായി ഒത്തുകൂടി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. UK മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആദ്യത്തെ മീറ്റപ്പ് സംഘടിപ്പിച്ചു. ജൂലൈ 27 ഷെഫീൽഡ് ഗ്രാൻഡ് കേരളയിൽ വെച്ച് നടന്ന പരിപാടി UK MCCയിലെ ഷാജു ആൻഡ്രു സ്വാഗതം ചെയ്തു. ഗ്രാൻഡ് കേരള ഡയറക്ടർ ബേസിൽ ആൻസി, UK MCC ഡയറക്ടർ ജിത്തു സെബാസ്റ്റ്യൻ, വിശിഷ്ടാതിഥിയും ക്രിയേറ്ററും BBC പനോരമ റിപ്പോർട്ടറുമായ ബാലകൃഷ്ണൻ ബാലഗോപാലിന്റെയും സാന്നിധ്യത്തിൽ ദീപം തെളിയിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടന പ്രസംഗത്തിൽ ജേർണലിസം, മീഡിയ ആൻഡ് ടെക്നോളജി ട്രെൻഡുകളും പ്രവചനങ്ങളും 2024 എന്ന ഡിജിറ്റൽ വാർത്താ പ്രൊജക്ടിനെ അടിസ്ഥാനമാക്കി 2024 അതിനുശേഷവും മാധ്യമ മേഖലയിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നും UKയിൽ പത്രപ്രവർത്തകനായിരുന്ന കാലത്തെ പ്രധാന നേട്ടങ്ങളെക്കുറിച്ചും ബാലഗോപാൽ സംസാരിച്ചു. ഒരു കണ്ടന്റ് ക്രിയേറ്റർ മറ്റു ജോലി തിരക്കുകൾക്കിടയിലും പാഷനെ മുറുകെ പിടിക്കുകയും അതിനെ കഠിനാധ്വാനം ചെയ്യുകയും അതിൽ ധാർമ്മികത നിലനിർത്തുകയും ചെയ്താൽ തീർച്ചയായും വിജയം കൈവരിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കൂട്ടായ്മയിലേക്ക് കടന്നുവരുന്നവർക്ക് പ്രചോദനവും പിന്തുണയും നൽകി ഒരു കുടുംബത്തെ പോലെ കൊണ്ടുപോകുമെന്നും അവർക്ക് വരുമാന സ്രോതസ്സിലേക്കുള്ള കൂടുതൽ അവസരങ്ങളിലേക്കുള്ള വഴി തെളിക്കുമെന്നും ജിത്തു സെബാസ്റ്റ്യൻ പറഞ്ഞു. UKയിലെ നാനാഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന കൂടുതൽ സോഷ്യൽ മീഡിയ താരങ്ങളെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇനിയും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. UK MCCയിലെ മിസ്ന ഷെഫീഖും അമലും പങ്കെടുത്തവരെ അഭിവാദ്യം ചെയ്യുകയും രജിസ്ട്രേഷനിൽ സഹായിക്കുകയും ചെയ്തു. ചാനൽ ഒപ്റ്റിമൈസേഷൻ, ഹാക്ക് ചെയ്ത ചാനൽ വീണ്ടെടുക്കൽ, തമ്പനെയിൽ, പോസ്റ്റർ നിർമ്മാണം, സ്കെച്ചിംഗ് എന്നിവയെക്കുറിച്ച് സ്റ്റെഫിൻ, ടിൻഡോ, ജോഫി, ഇംന എന്നിവർ സംസാരിച്ചു. ചോദ്യോത്തര സെഷന് ശേഷം നടന്ന വലിയ കേക്ക് മുറിക്കൽ പരിപാടിയെ ഉന്നതിയിലെത്തിച്ചു. സോഷ്യൽ മീഡിയയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ 100ഓളം പേർ അണിനിരന്നു. ഗ്രാൻഡ് കേരള റെസ്റ്റോറന്റിൽ നിന്ന് ഉച്ചഭക്ഷണവും തുടർന്ന് ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ള DJ പ്രോഗ്രാമും പരിപാടിയുടെ മാറ്റുകൂട്ടി. ധന്യ പരിപാടിയിലെ മുഖ്യ അവതാരികയായിരുന്നു. അബീസ്, നന്ദന എന്നിവർ പങ്കെടുത്തവരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചു.